Hello, guten Tag. Infinitive construction. ജർമ്മൻ ലാംഗ്വേജിൽ നമ്മൾ കേൾക്കുന്ന ഒന്നാണ്. ഉംസു, ഓണിറ്റ്സു, അൻസ്റ്റെറ്റ്സു. ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ഇത് മൂന്നും നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. സംശയമുണ്ടല്ലേ? നമുക്കൊന്ന് നോക്കിയാലോ. 3 ഇൻഫിനിറ്റീവ് കോൺസ്ട്രക്സിയോണാണ് നമുക്കുള്ളത്. ഉംസു, അൻസ്റ്റെറ്റ്സു, ഓണിറ്റ്സു. ഇതിൽ അൻസ്റ്റെറ്റ്സുവും സ്റ്റെറ്റ്സുവും സെയിം ആണ്. യാതൊരു വ്യത്യാസവുമില്ല. ഇൻഫിനിറ്റീവ് കോൺസ്ട്രക്സിയോൺ പറയുന്നത് പോലെ തന്നെ സു കഴിഞ്ഞിട്ട് നമുക്കൊരു ഇൻഫിനിറ്റീവ് ആണുള്ളത്. വേർബ് അതിന്റെ ഇൻഫിനിറ്റീവ് ഫോമിലായിരിക്കും സു കഴിഞ്ഞ് വരിക. നമ്മൾ 2 സെന്റൻസിനെ കണക്ട് ചെയ്യാനാണ് എപ്പോഴും ഇൻഫിനിറ്റീവ് കോൺസ്ട്രക്സിയോൺ ഉപയോഗിക്കുക. അത് ഉംസു, അൻസ്റ്റെറ്റ്സു, ഓണിറ്റ്സു. അപ്പൊ നമുക്ക് ഹൗപ്പ് സിറ്റ്സും ഉണ്ടാവും, നേബൻ സിറ്റ്സും ഉണ്ടാവും. ഇതിൽ നേബൻ സിറ്റ്സിന്റെ കൂടെയാണ് ഇൻഫിനിറ്റീവ് കോൺസ്ട്രക്സിയോൺ വരിക. സുവിന് ശേഷം വേർബ് ഇൻഫിനിറ്റീവ് ഫോമിൽ ആവേണ്ടി വരും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൗപ്പ് സിറ്റ്സിലെയും നേബൻ സിറ്റ്സിലെയും Subjekt സെയിം ആയിരിക്കണം. Zum Beispiel, ich lerne Deutsch, ich möchte in Deutschland arbeiten. ഇതിൽ 2 സെന്റൻസിലെയും സുബിയക്ട് എന്ന് പറയുന്നത് ഇഷ. ഇതുപോലെ 2 സെറ്റ്സിലെയും ഹൗപ്പ് സെറ്റ്സിലെയും നേബൻ സെറ്റ്സിലെയും സുബിയക്ട് സെയിം ആയി വന്നാൽ മാത്രമേ നമുക്ക് ഇൻഫിനിറ്റീവ് കോൺസ്ട്രക്സിയോൺ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആദ്യമായി ഉംസു. ഇംഗ്ലീഷിൽ in order to. Umso beschreibt eine Absicht, ein Ziel oder einen Zweck. ഒരു ഇന്റൻഷൻ, ഒരു എയിം അല്ലെങ്കിൽ ഒരു പർപ്പസ് പറയാൻ വേണ്ടിയാണ്, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉംസു ഉപയോഗിക്കുന്നത്. ഇൻ ഓർഡർ ടു എന്നായതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കാം? wozu, wofür, zu welchem Zweck. Ein Beispiel. Ich esse Obst und Gemüse, gesund zu bleiben. എന്തിനു വേണ്ടിയാണ് ഞാൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നത്? gesund zu bleiben. അതുകൊണ്ട് തന്നെ ഇതിനകത്തെ നേബൻ സെറ്റ്സ് എന്ന് പറയുന്നത് gesund zu bleiben എന്നുള്ളതാണ്. Ich bleibe gesund. നമുക്കറിയാം ഹൗപ്പ് സിറ്റ്സിലെയും നേബൻ സിറ്റ്സിലെയും സുബിയക്ട് ഒന്നാണെങ്കിൽ മാത്രമേ നമുക്ക് ഉംസു ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിനകത്ത് രണ്ടിനകത്തും സുബിയക്ട് ആയിട്ട് വന്നിരിക്കുന്നത് ഇഷ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സെന്റൻസ് ich esse Obst und Gemüse, gesund zu bleiben എന്ന് വന്നത്. ഇനി നമുക്ക് ഈ സെന്റൻസിനെ നേബൻ സിറ്റ്സ് ആദ്യമാക്കി എഴുതാം. എങ്ങനെ വരും? gesund zu bleiben esse ich Obst und Gemüse. അടുത്തതായി അൻസ്റ്റെറ്റ്സു അല്ലെങ്കിൽ സ്റ്റെറ്റ്സു. ഇംഗ്ലീഷിൽ instead of beschreibt eine andere Handlung oder etwas Unerwartetes. അപ്രതീക്ഷിതമായി എന്തോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് പകരം മറ്റൊരു കാര്യം നമ്മൾ ചെയ്യുന്നതിനെ നമ്മൾ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ത് പറയുന്നത്? അൻസ്റ്റെറ്റ്സു oder സ്റ്റെറ്റ്സു. Ein Beispiel. Ich höre Musik anstatt oder statt Hausaufgaben zu machen. ഹോംവർക്ക് ചെയ്യുന്നതിന് പകരം ഞാൻ പാട്ട് കേൾക്കുന്നു. നമുക്കറിയാം എന്തെങ്കിലും ഒരു കാര്യത്തിന് പകരമോ അല്ലെങ്കിൽ എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചെയ്യുന്നതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ അൻസ്റ്റെറ്റ്സു അല്ലെങ്കിൽ സ്റ്റെറ്റ്സു ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് വേറൊരു രീതിയിലും പറയാം. നേബൻ സെറ്റ്സ് ആദ്യമാക്കി anstatt oder statt Hausaufgaben zu machen höre ich Musik. അടുത്തതായി ഓണിറ്റ്സു. ഇംഗ്ലീഷിൽ without to. ഓണിറ്റ്സു beschreibt eine Negation oder Einschränkung. ഒരു റെസ്ട്രിക്ഷനെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഓണിറ്റ്സു ഉപയോഗിക്കുന്നത്. ഓർക്കുക, ഉംസു എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ മറ്റൊരു കാര്യം ചെയ്യുന്നത് പറയാം. അൻസ്റ്റെറ്റ്സു അല്ലെങ്കിൽ സ്റ്റെറ്റ്സു എന്നുള്ളത് ഒരു കാര്യത്തിന് പകരം നമ്മൾ മറ്റൊരു കാര്യം ചെയ്യും. ഓണിറ്റ്സു എന്ന് പറയുന്നത് ഒരു കാര്യം കൂടാതെ നമ്മൾ മറ്റൊരു കാര്യം ചെയ്യും. Ein Beispiel. geht einkaufen ohne Geld dabei zu haben. പൈസ ഇല്ലാതെ അവൻ ഷോപ്പിങ്ങിന് പോയി. ഇത് സെന്റൻസ് നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. പറഞ്ഞതുപോലെ നേബൻ സെറ്റ്സ് ആദ്യമാക്കി എങ്ങനെ വരും? ohne Geld dabei zu haben geht einkaufen. 3 ഇൻഫിനിറ്റീവ് കോൺസ്ട്രക്സിയോണും അതിന്റെ ബൈഷ്പിയിലും നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. Tschüss, auf Wiedersehen.